നമ്മൾ ഐശ്വര്യ പൂജക്കൊക്കെ പോകുമ്പോഴേ ഉഷാവുതുപ്പ് തൊടുമ്പോൾ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടാണ് പലരും അമ്പലത്തിൽ പോവുക. അല്ല, ശരിയല്ലേ? ശരിക്കും സ്റ്റിക്കർ പൊട്ടൊന്നും തൊട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിക്കൂടുക. കാരണം ഈ ചൈതന്യ ഗമനാഗമനം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ചൈതന്യം സ്ത്രീകൾക്ക് നെറ്റിത്തടത്തിലൂടെയും പുരുഷന്മാർക്ക് ഹൃദയപങ്കജത്തിലൂടെയുമാണ്. ഇത് പറയുമ്പോൾ എത്തിസ്റ്റുകൾക്ക് എന്തും പറയാം, ചൈതന്യം ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ, ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ. നമ്മൾ പഠിച്ച നമ്മുടെ ആചാരങ്ങളിൽ കുറേ സയൻസ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ക്ഷേത്രത്തിൽ കയറുമ്പോൾ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഷർട്ട് ധരിച്ചുകൂടാ എന്ന് പറഞ്ഞത് ഉപാസകന്മാർ കീറിയതും വെട്ടിയതും തുന്നിയതുമായത് ധരിച്ചുകൂടാ. അതുകൊണ്ടാണ് ഒരു മുണ്ടെടുത്ത് ഒരൊറ്റ മുണ്ട് പുതച്ചിട്ട് കയറാൻ പറയുന്നത്. തുന്നിയതോ കീറിയതോ കട്ട് ചെയ്തതോ ആയിട്ടുള്ളത് ധരിച്ചുകൊണ്ട് ഉപാസന ചെയ്തുകൂടാ. അതുകൊണ്ടല്ലേ ഒറ്റത്തോർത്ത് കൊടുത്തിട്ട് ഉപാസകന്മാരും സന്യാസിമാരും ഇരിക്കുക. അതല്ലേ ഒറ്റത്തോർത്തെടുത്തിട്ട് ഒരു ഷാളിടുക. ഇതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മളിന്ന് വിവാദമാണ്, എങ്ങനെ ഹിന്ദുവിൻ്റെ ആചാരവും അനുഷ്ഠാനവും എങ്ങനെ തകർക്കാം, ഹിന്ദുവിൽ എങ്ങനെ ഭിന്നത ഉണ്ടാക്കാം. നമ്മൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഹിജാബ് ധരിച്ചുകൂടാന്ന്? ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ്റെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി ഹിജാബും ധരിച്ച്, അതായത് ഇങ്ങനെ തല മറച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയുമോ ഇത് പാടില്ല എന്ന്? നിങ്ങളിങ്ങനെ ധരിച്ചുകൂടാന്ന് നമ്മൾ ആരെങ്കിലും തർക്കിക്കുമോ? ഏതെങ്കിലും ഒരു ഉസ്താദ് തൊപ്പിയും വെച്ച് ഇത്രയും താടിയും വെച്ച് വന്നാൽ നമ്മളത് വേണ്ടാന്ന് പറയുമോ? പറയില്ലല്ലോ. ഏതെങ്കിലും പള്ളിയിലച്ഛൻ ലോഹ ഇട്ട് വന്നാൽ ലോഹ ഉപയോഗിച്ചുകൂടാന്ന് നമ്മൾ പറയുമോ? പറയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ കയറുവാൻ ഹിന്ദുവിന് പൂർവികർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ മാറ്റണമെന്ന് മാത്രം ശഠിക്കുന്നത്? ഇനിയും നിങ്ങൾ റോഡിലിറങ്ങേണ്ടി വരും ഭജന നടത്തുവാൻ. ശബരിമല വിവാദമുണ്ടായപ്പോൾ കേരളത്തിലെ മുഴുവൻ ഹിന്ദു അമ്മമാരും റോഡിലിറങ്ങിയതിൻ്റെ ഫലമാണ് പലതും കേരളത്തിൽ സാധിച്ചെടുത്തത്. ഇനിയും അമ്മമാർ ചോദ്യം ചോദിക്കേണ്ടി വരും, റോഡിലിറങ്ങേണ്ടി വരും. കൂടെ ഒരു ചൂരലും. നമ്മുടെ മക്കൾ റോഡിൽ നമുക്കെതിരായി നിന്നാൽ സ്നേഹത്തോടെ ആ ചൂര് കൊണ്ട് അടിച്ച് വീട്ടിലേക്ക് ഓടിക്കുവാൻ ഇനിയും അമ്മമാർ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഹിന്ദുവിൻ്റെ മുകളിൽ കുതിര കയറി തുടങ്ങി, അല്ലേ? അപ്പോൾ സ്റ്റിക്കർ പൊട്ട് തൊട്ടുകൊണ്ട് കഴിയാവുന്ന ക്ഷേത്രത്തിൽ പോകണ്ട. അവിടെ പറ്റുമെങ്കിൽ നല്ല അരച്ച ചന്ദനം അങ്ങ് തൊടുക, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു കുളിർമ ഉണ്ടാവില്ലേ?